ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ 2 ബുക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് അഖിൽ പി ധർമ്മജൻ്റെ ഓജോ ബോർഡ്. ഓജോ ബോർഡ് കഥ ഒരു പ്രേത കഥകളാണ്. പ്രേത കഥകളെന്ന് പറഞ്ഞാൽ പ്രേതത്തിൻ്റെ കഥകളല്ല, പ്രേതം വന്ന് പ്രതികാരം ചെയ്യുന്ന കഥകളാണ്. ഈ കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇങ്ങനെ ഓജോ ബോർഡ് വഴി പ്രേതങ്ങളെ വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നീതി കിട്ടാതെ പോയ കുറേ പേർക്ക് നമുക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തന്നെ പല സമകാലീന സംഭവങ്ങളുണ്ട്. എത്രയോ പേർക്ക് നീതി കിട്ടുന്നില്ല. അവരൊക്കെ ഈ ചുമ്മാതെ ആത്മഹത്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയും. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരെണ്ണം വന്നിരുന്നെങ്കിൽ കുറേ അന്വേഷണം തെളിയിക്കാൻ പറ്റിയേനെയും കുറേ പേർക്ക് നീതിയും കിട്ടിയേനെയും. ഞാനും വിചാരിച്ചത് വായിച്ചപ്പം അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഉപകാരമായേനെയും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നീതി കിട്ടാതെ തന്നെ ഇരിക്കും. കാശിൻ്റെ ബലത്തിലുമൊക്കെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓജോ ബോർഡ് എല്ലാവരും വായിക്കുക. നല്ലൊരു കഥയാണ്. എന്തായാലും വായിച്ചു തുടങ്ങിയാൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാകുന്ന ഭാഷയും ഒക്കെയാണ്. അഖിൽ പി ധർമ്മജൻ്റെ 1-2 ബുക്കുകളൂടുണ്ട്. ഒരു ബുക്ക് കൂടി ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു കഥ എന്ന് പറയുന്നത് റാം കെയർ ഓഫ് ആനന്ദിയാണ്. എനിക്ക് തോന്നുന്നു ഈ ബുക്ക് ഈ അടുത്ത കാലത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. എല്ലാവർക്കും വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. അഖിൽ പി ധർമ്മജൻ്റെ തന്നെയാണ് കഥ. നമ്മൾ പത്രങ്ങളിലുമൊക്കെ വായിച്ചിട്ടുള്ള മനുഷ്യക്കടത്ത് വെച്ച് ഇത്രയും വലിയൊരു കഥ എഴുതുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ഇത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനകം നമ്മളത് വായിച്ച് തീർക്കും. അത്രയും നല്ലൊരു കഥ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വായിക്കുക. ഓക്കെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 2 ബുക്ക് അഖിൽ പി ധർമ്മജൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ബൈ.